നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം വലിച്ചു കൊണ്ടുവരികയാ. എങ്ങനെയാ വലിച്ചു കൊണ്ടുവരുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? 70,000 ചങ്ങലകളിലാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തിന്റെ ഒരു ഭാഗത്തെ പടച്ചവന്റെ കോടതിയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നത് 70,000 ചങ്ങലകളിലാണ്. ഓരോ ചങ്ങലയിലും പിടിച്ചിരിക്കുന്ന 70,000 മലക്കുകളാണ്. ലക്ഷക്കണക്കിന് മലക്കുകൾ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് അവന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഈ പ്രസംഗിക്കുന്ന ഞാനുണ്ടല്ലോ, എന്നെ എങ്ങാടം നാളെ നരകത്തിന്റെ മുന്നിലേക്ക് എന്നെ മലക്കുകൾ കൊണ്ടുപോയാൽ ഞാൻ പടച്ചവരോട് പറയുന്നതെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാലം പൊന്നുപോലെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എനിക്ക് വേണ്ടി എത്രയോ രാത്രികൾ കാത്തിരുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ ഉമ്മയെ കാണിച്ചിട്ട് പടച്ചവരോട് പറയുമത്രേ, അല്ലാഹുവേ ഇതെന്റെ ഉമ്മയാണല്ലോ, ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ പൊന്ന് രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്റെ പൊന്നുമോനുണ്ടല്ലോ, അവനെ കാണിച്ചിട്ട് പടച്ചവരോട് പറയുമത്രേ, അല്ലാ ഇവരെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ പൊന്ന് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് ഓടി വിളിക്കുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഫഹൽ തദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ നബിയേ, നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ എന്നെ ഓർക്കുമോ നബിയേ, എന്നെ സഹായിക്കുമോ നബിയേ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ സലാസത്തിന് 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. പടച്ചവന്റെ പരലോകത്ത് 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെത്തിയാൽ നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നടന്നു പോയാൽ, നിന്റെ കൂടപ്പിറപ്പുകൾ നടന്നു പോയാൽ, എന്തിന് നിന്റെ ഭർത്താവായ ഞാനുണ്ടല്ലോ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ആയിഷ നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ, നിന്നെ സഹായിക്കില്ല ആയിഷ, നിന്നെ ഓർക്കില്ല ആയിഷ, നിന്നെ പരിഗണിക്കില്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ അതിലൊന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? ഇൻദൽ മീസാൻ. അത് മീസാനിന്റെ മുന്നിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല നിന്ന് കരയാ. ഞാൻ റസൂൽ ചോദിച്ചു, എന്തിനാ ആയിഷ കരയണേ? അപ്പൊ പറഞ്ഞു, നബിയെ, ദുനിയാവിൽ വെച്ച് എന്ത് ആവശ്യം പറഞ്ഞാലും എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ അങ്ങ് എന്റെ കൂടെ തന്നെയുണ്ട്, എല്ലാ ആവശ്യങ്ങളും. ഞാൻ നാളെ പടച്ചവന്റെ കോടതിയിൽ കടന്നു വരുമ്പോ അന്ന് എന്റെ കൂടെ ഉണ്ടാകുമോ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ.
ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, പ്രവാചകന്റെ ഭാര്യയാണല്ലോ, അന്ന് എന്നെ സഹായിക്കുമോ, എന്റെ കൂടെ ഉണ്ടാകും. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോയാലും, നിന്റെ മാതാപിതാക്കൾ പോയാലും, നിന്റെ മക്കൾ പോയാലും, നിന്റെ കൂടപ്പുറപ്പുകൾ പോയാലും, നിന്റെ കൂട്ടുകാർ പോയാലും, നിന്റെ ഭർത്താവായി ഞാൻ പോയാലും, ഈ ആയിഷ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ സഹായിക്കാനോ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, നാളെ പടച്ചവന്റെ കോടതിയിൽ ആരുമില്ലാത്ത, ആരാരും സഹായിക്കാനില്ലാത്ത ദിവസത്തിൽ രക്ഷപ്പെടുന്നവരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, പടച്ചവന്റെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? നാളെ പടച്ചവന്റെ മുന്നിൽ വിചാരണ നേരിടാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകനോട്, തന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട്, അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ, നാളെ വിചാരണയില്ലാതെ പടച്ചവന്റെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അല്ലാഹു പരീക്ഷണം കൊടുക്കുമ്പോൾ, അല്ലാഹു രോഗം കൊടുക്കുമ്പോൾ, അല്ലാഹു വേദനകൾ കൊടുക്കുമ്പോൾ, കച്ചവടം നഷ്ടത്തിലാകുമ്പോൾ, മക്കളുടെ വിവാഹം മുടങ്ങുമ്പോൾ, അവന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ പേമാരി പോലെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിക്കൊണ്ട് ശ്രമിക്കുന്നവരുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ് ഖാല നബിയുനാ റസൂലുള്ളാഹി. ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇത് അള്ളാന്റെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവൻ നാളെ അതിഥിയായി പടച്ചവന്റെ മുന്നിൽ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ, കടങ്ങളായി കഴിഞ്ഞാൽ, മാരക രോഗം വന്നു കഴിഞ്ഞാൽ പറയണ ഒരു വാക്കുണ്ട്, ഞാൻ പള്ളിക്കകത്ത് പോയി തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നു, 5 നേരവും ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനായി, എനിക്കിത് തന്നല്ലോ പടച്ചവൻ, പരാതി എനിക്കിത് തന്നല്ലോ എന്ന് നമ്മൾ പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്ഷമിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അത്രേ, അയ്യു മനാസിലുൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു അത്രേ, പടച്ചവനെ, സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ആ അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു അത്രേ, മൂസ, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു കൊട്ടാരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ കൊട്ടാരം ആർക്കുള്ളതാ? സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവനുള്ള പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോ നാട്ടുകാരോട് മുഴുവനും മൈക്ക് കിട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലും പകരം അള്ളാഹിനോട് ദുആ ചെയ്യണം. അത് പടച്ചവന്റെ തീരുമാനം, തട്ടിക്കളയാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഇന്ന് ഈ പ്രസംഗം തീർക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ തളർന്നു വീണുപോയാൽ അത് അള്ളാന്റെ തീരുമാനം, അതിന് തട്ടാൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ബുദ്ധിമുട്ടാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കൾ ഉപദ്രവിക്കുകയാണ്, പച്ചമാംസങ്ങൾ അവരെ കുത്തിയെടുക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് സഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? 81 വർഷക്കാലം ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സുഖാഡംബരങ്ങൾക്ക് നടുവില് രാജാവിനെ പോലെ കൊട്ടാരങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞ പ്രവാചകനാണ്. അതാ സുഖങ്ങൾക്ക് നടുവിൽ ജീവിച്ച പ്രവാചകൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അസൂയ തോന്നിയത്രേ.
ശൈത്താൻ അസൂയ തോന്നിയത്ര പടച്ചവരോട് പറയുന്നു, അല്ലാഹ് അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹുവേ നിന്നെ മറക്കുമല്ല. 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോയ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പടച്ചവൻ പരീക്ഷിക്കുകയാണ്. ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിക്കുകയാണ്, തന്റെ കെട്ടിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്, തന്റെ ഭാര്യ മക്കൾ മുഴുവനും മരണപ്പെടുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരനുണ്ടല്ലോ, ഇന്നലത്തെ രാജാവുണ്ടല്ലോ, അതാ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനായി നിൽക്കുകയാ. ആ അവസരത്തിലും അയ്യൂബ് നബി പടച്ചവനെ സ്തുതിക്കുകയാ, ആ അവസരത്തിലും അയ്യൂബ് നബി പടച്ചവനെ സ്തുതിക്കുകയാ. വീണ്ടും അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഒരു പ്രവാചകനും കൊടുക്കാത്ത മാരക രോഗമാണ് അയ്യൂബ് നബിക്ക് പടച്ചവൻ കൊടുത്തത്. ശരീരങ്ങൾ മുഴുവനും പഴുക്കാൻ തുടങ്ങി, ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കാൻ തുടങ്ങി, ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകാൻ തുടങ്ങി. തന്റെ കുടുംബക്കാരോടുകയാ, തന്റെ നാട്ടുകാരോടുകയാ, തന്റെ ബന്ധുക്കളോടുകയാണ്. എല്ലാവരും അയ്യൂബ് നബിയെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും പുഴുത്തളിയുകയാണ്, ശരീരം മുഴുവനും പുഴുത്തളിയുകയാണ്. ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താകുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രമാണ് അയ്യൂബ് നബിയുടെ കൂടെയുള്ളത്. അതാ തന്റെ ഭർത്താവിനെയും കൊണ്ട് അയ്യൂബ് നബിയെയും കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ കടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പടച്ചവനെ പരീക്ഷിച്ചത് 18 വർഷമാ. 1-2 വർഷമല്ല, 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത്. നടക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുകയാ, ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത വീടുകളിൽ പോയി അതാ കൂലിപ്പണി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അതുകൊണ്ടുള്ള ജീവിതം തന്റെ ഭർത്താവിനെ നോക്കുകയാണ്. 18 വർഷക്കാലം കൊണ്ട് മാരക രോഗം പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം നടക്കാൻ കഴിയാതെ അയ്യൂബ് നബി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുന്നത് കണ്ടപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, 18 വർഷക്കാലമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ, ഒന്ന് പടച്ചവനോടല്ലാ എന്റെ രോഗങ്ങളൊന്ന് ശിഫയാക്കല്ലാ എന്ന് പടച്ചവനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തരുമല്ലോ, പടച്ചവൻ നിങ്ങൾക്ക് ശിഫ നൽകുമല്ലോ. ഒന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് ദുആ ചെയ്തുകൂടെ എന്ന് അയ്യൂബ് നബിയോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന പെണ്ണേ, 81 വർഷക്കാലം പടച്ചവൻ എനിക്ക് സമ്പത്ത് തന്നു, എനിക്ക് അധികാരം തന്നു, എനിക്ക് ഭാര്യമാരെ തന്നു, എനിക്ക് ഒരുപാട് മക്കളെ തന്നു, എനിക്ക് കൃഷിയിടങ്ങൾ തന്നു. പടച്ചവൻ എനിക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് വാരിക്കോരി തന്നല്ലോ. ഒരിക്കലെങ്കിലും അല്ലാഹ് ഇതെന്തിനാണ് തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പെണ്ണേ. പടച്ചവനോട് ദുആ പോലും ചെയ്തില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ശരീരങ്ങൾ മുഴുവനും പുഴുത്തലിഞ്ഞിട്ട് തന്റെ നാവിൽ വരെ രോഗം വന്നിരിക്കുകയാ. അയ്യൂബ് നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാണ്, അയ്യൂബ് നബി ഇരുന്ന് കരയുകയാ. ശൈത്താൻ വല്ലാത്ത സന്തോഷമായി അയ്യൂബ് പരാജയപ്പെടുകയാണ്. ആകാശത്തിന്റെ വിരിമാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എത്രയോ വർഷക്കാലമായി പടച്ചവര്, എത്രയോ വർഷക്കാലമായി പടച്ചവര് എനിക്ക് നീ ഒരു പരീക്ഷണം തന്നിരിക്കുകയാ. എനിക്കതിൽ പരാതിയില്ല പടച്ചവര്, എനിക്കതിൽ വേദനയില്ല പടച്ചവര്, എനിക്കതിൽ ദുഃഖമില്ല പടച്ചവര്. ഇന്നലെ വരെ എന്റെ നാവിനൊരു കുഴപ്പവുമില്ലായിരുന്നു റബ്ബേ. ഇന്നലെ വരെ എനിക്ക് ദിക്ർ പറയാ, ഒരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ഒരു അല്ലാഹു അക്ബർ പറയാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നല്ലാ. ഇന്നെനിക്കതിന്
കഴിയുന്നില്ല പടച്ചവരെ. അതുകൊണ്ട് നാദാ ഇന്നീ മസ്സനിയൽ ദുർറു അൻത അർഹമുർ റഹീമീൻ. 18 വർഷക്കാലം ശരീരം മുഴുവനും പുഴുപ്പലിഞ്ഞ് ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീട് അത്രയും മോശമായ രീതിയിൽ മാരകമായ രോഗം കൊണ്ട് നടന്നിട്ട് പടച്ചവരോട് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ എന്റെ രോഗം മാറ്റിത്തരണേ അല്ലാ എന്നല്ല പടച്ചവരോട് ദുആ ചെയ്തത്. അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം വേണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് മഹ്ശറയുടെ ദിവസം, ആരുമില്ലാത്ത ദിവസം, അന്ന് വിചാരണയില്ലാതെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം തന്നാൽ അത് പടച്ചവന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊണ്ട് ശ്രമിക്കുന്നവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനയും രോഗങ്ങളൊക്കെ തരുമ്പോ അത് അള്ളാന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സുമ്മയഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളിലും പലരും ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് വിളിക്കുന്ന വിഭാഗം ഈ ചന്തവിളക്കാരും ഈ പരിസര പ്രദേശക്കാരെല്ലാവരും പാതിരാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ, എല്ലാരും തന്റെ ഈ തണുപ്പുള്ള രാത്രിയിൽ തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് സുഖിച്ചു കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കാരം ഉള്ളവരാണ്, നിസ്കരിക്കുമായിരുന്നു. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു റമളാനിൽ. കാരണം വെട്ടി വിഴുങ്ങാൻ എഴുന്നേക്കുമല്ലോ, രാത്രി എഴുന്നേറ്റ് വല്ലതും തിന്നണ്ടേ. ആ തിന്നണ സമയത്ത് ഈ വർഷമാണല്ലോ 6:45, ആ സമയം വരെ, ഏകദേശം 6:45 വരെ ഏറ്റവും കൂടുതൽ സമയം വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും നേരം പട്ടിണി ഇരിക്കണമല്ലോ, അതുകൊണ്ട് നല്ല പിടിപ്പിക്കാൻ എഴുന്നേക്കുമായിരുന്നു. ആ എഴുന്നേക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ച് 29-ാം രാവിന്റെ അന്ന് നിർത്തിയതാ. പിന്നെ ഇന്ന് വരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിച്ചാ നീ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാം? എന്റെ പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 പ്രതിഫലം പറയുന്നു. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവന് കിട്ടുന്ന 5 പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിനെ കണ്ടപ്പോൾ അല്ലാഹ് പറഞ്ഞു, നബിയേ, എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു നബിയേ. അവൻ എന്നെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ അവനെ കുറിച്ച് മലക്കുകളോട് പറയുന്നുണ്ട് നബിയേ. അവൻ എന്നിലേക്ക് നടന്നു വന്നാ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയേ. അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകനോട് പടച്ചവൻ പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അല്ലാ നീ ഇത്രയും ഇഷ്ടപ്പെടുന്നവരാരാണല്ലാ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയുകയാ, പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ ഇരിക്കുന്ന മജ്‌ലിസിലിരിക്കുന്ന നിങ്ങൾ തീരുമാനിച്ചോ, നിന്നെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ? പടച്ചവന്റെ സ്നേഹം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണ ഏതെങ്കിലും ഒരു ഉപ്പയോ ഉമ്മയോ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ നീ തീരുമാനിച്ചോ, നിന്നെ അള്ളാഹ് സ്നേഹിക്കുന്നു. നീ നിലനിർത്ത. അല്ലാഹു ബാക്കി തരിക അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരമില്ലെങ്കിൽ വിചാരിച്ചോ വൺ സൈഡ് പ്രണയമായിട്ട് നടക്കുക ഒരു കാര്യമില്ലെന്ന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാഹു സലാം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോ അള്ളാനെ കണ്ടുകൊണ്ട് സലാം അടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ രണ്ട് കാര്യം പറഞ്ഞു. അതിലെ മൂന്നാമത്തെ കാര്യം, ആ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യം, തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ അള്ളാനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരലോകത്ത് രണ്ട് വിഭാഗത്തിന്റെ തല മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പടച്ചവന്റെ കോടതിയിൽ എല്ലാവരുടെ തലയും താഴ്ന്നു നിൽക്കും. ആദം നബി വരെ കരയുക. ആദം നബി കരയുക. എന്തിനാ കരയണേ? ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറാ. നബിയും തന്റെ ഭാര്യയും സൃഷ്ടിച്ചിട്ട് പടച്ചവൻ പറഞ്ഞു, ആദവേ ആ കാണുന്ന മരത്തിന്റെ അടുക്ക മാത്രം പോകല്ലോ. ആദം നബി പോയി. അതിന്റെ പേര് ഇരുന്ന് കരയുക. നൂഹ് നബി ഇരുന്ന് കരയുക. 950 വർഷം ദഅവത്ത് നടത്തി. എന്നിട്ട് തന്റെ ഭാര്യയെയും മോനെ പോലും മുസ്ലിമാക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് അള്ളാനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് കരയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുന്നത്, ഒരു പ്രവാചകൻ കള്ളം പറയാൻ പാടില്ല, ജീവിതത്തിൽ 3 കള്ളം പറഞ്ഞു, അതിന്റെ പേരിൽ കരയുക. മൂസാ നബി അലൈഹിസ്സലാം ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു, ഒരു കൊല ചെയ്തവനാ, അതിനെക്കുറിച്ച് ഓർത്ത് കരയുക. ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ അന്ന് വിഷമിച്ചിരിക്കുക. എല്ലാരും കരയുന്ന ദിവസം, എല്ലാരും ദുഃഖത്തിൽ നിൽക്കുന്ന ദിവസം, 2 വിഭാഗത്തിന്റെ തല മാത്രം ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യം പറഞ്ഞുതരാൻ ചെയ്യൂ. 2 കാര്യം പറഞ്ഞുതരാൻ ചെയ്യൂ. ചെയ്ത നാളെ അവിടെ വെച്ച് തല ഉയർന്നവരായി കാണാൻ കഴിയും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരികൾക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, ആണുങ്ങൾക്ക് 2 കാര്യവും ചെയ്യും. സഹോദരിമാർക്ക് 1 കാര്യം, ആണുങ്ങൾക്ക് 2 കാര്യം. ഇൻഷാ അല്ലാഹ് ചെയ്യില്ലേ? ചെയ്യാന്നുള്ളവരൊന്നും കൈപൊക്കിക്കും. നിങ്ങൾ പൊക്കണ്ട, താത്തിട്ടാണ്. 1, ഇനിയിപ്പം ഉസ്താദ് കൈപൊക്കുന്നത്, ഉസ്താദ് പെണ്ണുങ്ങളെ കൊണ്ട് കൈപൊക്കി, ഒന്നാമതേ വിവാദമാ കൈപൊക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ചവന്റെ കോടതിയിൽ തല ഉയർന്നു നിൽക്കുന്ന ഒന്നാമത്തെ വിഭാഗം അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ നട്ടുച്ച സമയത്ത് നിസ്കരിക്കാൻ അവനെ കൊണ്ടും പറ്റും. ഒന്ന് ആലോചിക്കുക, പള്ളിയിലെ ഉസ്താദ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില മഹാന്മാർ കയറി വരും. ഏറ്റവും 1:30 ആവാറാകുമ്പോഴായിരിക്കും വരുന്നത്. തോളിന്റെ മുകളിൽ കൂടെ ചാടി കയറി അവസാനം അങ്ങ് ഫ്രണ്ടിൽ സഫി വന്നിട്ട് ഇവനൊരു കൈകെട്ടുണ്ട്. ഇവൻ കെട്ടിനുണ്ടാ വിചാരിക്കുക അർശിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു വരക്കും. 4 പേര് കാണാനുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നിസ്കാരങ്ങളൊക്കെ വന്ന് കാണണം. അല്ലാഹുവേ, എന്തൊരു ഭവ്യതയോടുകൂടി ഹൗഫും ഖുശൂഉം ഒക്കെ അവനത് എല്ലാം ഒരുമിച്ച് കിട്ടിയവരെ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടുച്ച സമയത്ത് കയറി നിസ്കരിക്കാം, പകലൊക്കെ നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. പക്ഷെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച കൂടെ കിടക്കണ ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പോലും അറിയില്ല നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. ആ പാതിരാത്രിയിൽ നീ എഴുന്നേറ്റ് പടച്ചവനെ ഓർത്ത, ആരും സഹായിക്കാനില്ലാത്ത ദിവസം നിന്നെ അല്ലാഹ് ഓർക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ ചാൻസ് കഴിഞ്ഞ് ഈ ഒരു കാര്യമേ ഉള്ളൂ. നിത്യമായിട്ട് ചെയ്യുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്തായിരിക്കും അറിയോ? താത്താമാർക്ക് ചെയ്യാൻ പറ്റൂല, കാക്കാമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താ ഒരു കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരാളുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പള്ളിയിലെ ഖത്തീബല്ല. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരെന്നറിയോ? ഈ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ ഒരാളും പരിഗണിക്കൂല. കാണുന്നവനും വരുന്നവനും പോകുന്നവനൊക്കെ നെഞ്ചത്ത് കയറുന്ന ഒരു പാവപ്പെട്ടവനുണ്ട്. ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ഭവനത്തിൽ 5 നേരവും ഹയ്യാല സലാ, ഹയ്യാലൽ ഫലാ എന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, അവന്റെ തലനാളെ പടച്ചവന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പാവം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുകയാണ്. ഓരോ പാവം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തു വീഴുകയാ. പാവങ്ങൾ അധികരിക്കുന്നതനുസരിച്ച് ഹൃദയങ്ങൾ കറുക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ കറുത്തുപോയത് കൊണ്ടല്ലേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ 10-18 വർഷക്കാലം പൊന്നുപോലെ തന്റെ പൊന്നുമക്കളെ വളർത്തുകയാ. വളരെ വളരെ ആഗ്രഹത്തോടുകൂടി മോഹത്തോടുകൂടി വളർത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നാട്ടുകാരുടെ മുന്നിൽ കരയാൻ വിധിച്ചിട്ട് ഇറങ്ങിയോടുകയാ. തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങിയോടുന്ന മുസ്ലിം പെണ്ണി സമുദായത്തിൽ ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പാപപ്പെട്ട 2-3 പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തന്റെ പൊന്നുമക്കളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് കാമുകന്റെ കൂടെ ജീവിക്കാനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കണേ. മൃഗങ്ങളെക്കാൾ വൃത്തികെട്ടവരെ പോലെ എന്റെ പ്രിയപ്പെട്ട സമുദായം ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത് ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ കണ്ണൂപ, എന്റെ പ്രിയപ്പെട്ടവരെ, പൊന്നാനിക്കടുത്തൊരു സ്ഥലമുണ്ട്. ഒരു പ്രിയപ്പെട്ട 18 വയസ്സുള്ള പെങ്ങളുണ്ടല്ലോ, മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയാണ്. വാപ്പയതാ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ്. അവസാനം കോടതിക്കകത്തേക്ക് ആ 18 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങളോട് കോടതി ചോദിച്ചുവത്രേ, മോളെ, നിനക്ക് നിന്റെ ഉപ്പയുടെ കൂടെ പോയിക്കൂടെ? 18 വയസ്സുള്ള പൊന്നുമോളോട് കോടതി ചോദിച്ചുവത്രേ, മോളെ, നിനക്ക് നിന്റെ വാപ്പയുടെ കൂടെ പോകണോ അതോ നിന്റെ കാമുകന്റെ കൂടെ പോകണോ? അവസരത്തിൽ ആ പെണ്ണ് പറയുന്നു, എന്റെ ഉപ്പയുടെ കൂടെ പോകാൻ എനിക്ക് പേടിയാ, എന്റെ ഉപ്പ എന്നെ പീഡിപ്പിക്കുമെന്ന് എനിക്ക് ഭയമെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, 18 വർഷക്കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് അതാ ഉപ്പ പീഡിപ്പിക്കുമെന്ന് പോലും പറയുന്നുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ ഇത്ര അധപ്പതിക്കാൻ കാരണമെന്ന് എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നടറോഡിൽ നിന്ന് ഉമ്മ വെക്കുന്നത് കാണാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോലും അതാ കൊച്ചിയിലേക്ക് പോയി എത്രയോ ചെറുപ്പക്കാരുണ്ട് പൊന്നുമക്കളെ. അതുകൊണ്ട് എന്റെ പൊന്നുമോരേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ കോടതിയിലേക്ക് നീ കയ്യുയർത്തി ദുആ ചെയ്താൽ, നീ തൗബ ചെയ്താൽ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും പടച്ചവന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചവനായിരിക്കാം, വിചരിച്ചവനായിരിക്കാം, പലിശ തിന്നവനായിരിക്കാം, എത്രയോ കുടുംബങ്ങൾ തകർത്തവനായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ച പെങ്ങള് നിനക്ക് അബദ്ധം പറ്റിയിരിക്കാം, കാമുകന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കാം, നമസ്കാരങ്ങളെ മുഴുവനും കളാക്കിയിരിക്കാം, അഹങ്കാരികളെ പോയി ജീവിച്ചിരിക്കാം. പൊന്നുമോളെ, നിനക്ക് ഇന്നത്തെ ദിവസം തൗബ ചെയ്യാനുള്ളതാണ്, നിനക്ക് തൗബ ചെയ്യാനുള്ളതാ. പാതിരാത്രിയിൽ വീട്ടിൽ പോയിട്ട് വെളിപ്പെടുത്തത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് തൗബ ചെയ്യുമോളെ.
ഇത് പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാര് പറയും ഉസ്താദ് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി, എനിക്കല്ല പുറത്തു തരില്ല, എനിക്ക് പടച്ചവന് പുറത്തു തരില്ല, എന്റെ പാപങ്ങൾ അധികരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുപോലെ നിന്നെക്കാളും എത്രയെത്രയോ കുടുംബാദികൾക്ക് എത്രയെത്രയോ അപരാധികൾക്ക് പടച്ചവൻ പുറത്തു കൊടുത്തടാ. 100 കൊല ചെയ്തവന് പോലും അല്ല പുറത്തു കൊടുത്തില്ലേ? 100 കൊല ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. ആ പൊന്നുമോനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നായകൻ ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്തിനാ നീ കരയുന്നത്? ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ടും മാറുന്നില്ലല്ലോ. എത്രയോ നാടുകൾ കൊണ്ട് നിന്ന് ദുആ ചെയ്യുകയാണ്. ആ അവസരത്തിൽ ആ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ നായകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്ത് പാപമാണ് ചെയ്തത്? എന്ത് തെറ്റാണ് നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുളിപ്പിച്ച് മയ്യത്ത് കബറടക്കാൻ ഞാനും കൂടും നബിയേ. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് കബറടക്കുകയാണ്. അതാ കബറിനകത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ വാരി എറിഞ്ഞിട്ട് കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ യാ റസൂലല്ലാഹ്, കബറിന്റെ ഭാഗത്ത് ഞാനൊരടയാളം വെക്കും നബിയേ. അന്ന് കബറടക്കിയ കബറിന്റെ ഭാഗത്തൊരടയാളം വെക്കുകയാ. എന്നിട്ട് മടങ്ങി പോവുകയാണ്. പാതിരാത്രി എത്തിക്കഴിയുമ്പോ യാ റസൂലല്ലാഹ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടാ ചെറുപ്പക്കാരൻ പറയുകയാ, അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാണ്. അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാ. എന്നിട്ടതാ പച്ച മണ്ണങ്ങ് വെട്ടുമാറ്റുകയാ. കബറങ്ങോട്ട് മാന്തുകയാണ്, കബറങ്ങോട്ട് മാന്തുകയാണ്. പലകുകൾ എടുത്ത് മാറ്റുകയാ. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അങ്ങ് മോഷ്ടിക്കുകയാ. ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഓരോന്നായും അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് കബറങ്ങ് മൂടുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴുകി ശുദ്ധിയാക്കി അതാ പിറ്റേ ദിവസം കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികള്, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ യാ റസൂലല്ലാഹ് നഗ്നരായി കിടക്കുകയാണ് നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കുകയാണ്. പൊന്നുമോനെ തൗബ ചെയ്യുന്നവരെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മോനെ അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇരുന്ന് കരയുകയാ. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തിയ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ മോനെ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനെക്കാളും ഒരു കൊടും പാപം ഞാൻ ചെയ്തു നബിയേ, അല്ലാഹു പുറത്തു തരാത്ത ഒരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ എന്ത് പാപമാ മോനെ ചെയ്തത്? എന്ത് അപരാധമാ ചെയ്തത്? ആ അവസരത്തിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ നാട്ടില് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ നാട്ടിലൊരു സുന്ദരിയായ ഒരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന സുന്ദരിയായ ഒരു യുവതി മരിച്ചു നബിയേ. മയ്യത്ത് കുളിപ്പിക്കുകയാണ്, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ആ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കി വെച്ചത് ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ. എന്റെ കൈകൊണ്ടാണ് മയ്യത്ത് ഇറക്കി വെച്ചത്. കബറിന്റെ മുകളിലേക്ക് പലകയിൽ വെച്ച് മണ്ണ് കിട്ട് മോടിയിട്ട് മീസാങ്കല്ലും നട്ടിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങുമ്പോ യാ റസൂലല്ലാഹ്, ആ കബറിന്റെ ഭാഗത്തൊരടയാളം വെച്ച് നബിയേ, കബറിന്റെ ഭാഗത്തടയാളം വെക്കുകയാണ്. എന്നിട്ട് മടങ്ങി വരികയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ. എന്നിട്ട് അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കബറിന്റെ ഭാഗത്ത് പോയിട്ട് മണ്ണങ്ങോട്ട് മാന്തുകയാണ്. ആ മൂടിയ കബറങ്ങോട്ട് മാന്തുകയാ. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാ. ആ പെണ്ണിന്റെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു മാറ്റുകയാ. കബറിന്റെ മുകളിലേക്ക് കയറുകയാണ്. കബറിന്റെ മുകളിലേക്ക് കയറുകയാണ്. കബറങ്ങ് മൂടുകയാ. എന്നിട്ട് പള്ളിക്കാട്ടിലൂടെ കുറച്ചങ്ങോട്ട് നടക്കുകയാ. കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശരീരത്തിൽ ഒരു തുള്ളി വസ്ത്രം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കടന്നു വരികയാ. ആ ശരീരം ഓർമ്മ വരികയാ. ആ ചെറുപ്പക്കാരൻ മടങ്ങി വന്നു, ചെറുപ്പക്കാരാ കബറിനടുക്കലേക്ക് മടങ്ങി വന്നിട്ട് ആ കബറ് വീണ്ടും അങ്ങോട്ട് മാന്തുകയാണ്. വീണ്ടും രണ്ടാമതും കബറങ്ങ് മാന്തുകയാ. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ വികാരം തോന്നിയിട്ട് മരിച്ചു കിടക്കുന്ന മയ്യത്തായ ആ പെൺകുട്ടിയുടെ ശരീരത്തിനെ കബറിനകത്തിട്ട് വെറുതെരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മരിച്ചു കിടന്ന മയ്യത്തിനെ കബറ് മാന്തിയിട്ട് ആ പെണ്ണിനെ കബറിനകത്തിട്ട് വ്യഭിചരിച്ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തളർന്നു പോവുകയാ. പ്രവാചകന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നബിയേ ഫഹലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു വരുമോ നബിയേ? അല്ല എന്റെ തൗബ സ്വീകരിക്കുമോ നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ എന്റെ പൊന്നുമോനെ, ഇതുപോലെ ഒരു പാപം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഒരു പാപം നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നബിയേ എന്റെ ദാസന്മാരോട് പറ നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്തവരാണെങ്കിലും അവരെത്ര വലിയ അനീതി ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ നബിയേ എന്ന് പടച്ചവന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കബറിനകത്ത് കടന്ന് വ്യഭിചരിച്ച മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാവണമെങ്കിൽ നന്നായിക്കോ പൊന്നുമോനെ. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ വരെ നീ സീരിയൽ കണ്ടവളായിരിക്കാം, ഇന്നലെ വരെ ജമാഅത്ത് നമസ്കാരം 5 നേരത്തെ വഖ്ത് നിസ്കാരം കളാക്കിയവരായിരിക്കാം, ഖുർആൻ ഓതാത്തവളായിരിക്കാം, തലമറയ്ക്കാത്തവളായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കാം. പൊന്നുമോളെ, ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാ. നന്നാവണമെങ്കിൽ നന്നായിക്കോ. വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് അല്ലാഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒന്നാനാകാശത്തിൽ വന്ന് പടച്ചവൻ ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാ. ചോദിക്കുന്നവന് പുറത്തു കൊടുക്കാൻ, പശ്ചാത്തപിക്കുന്നവന് പുറത്തു കൊടുക്കാൻ, പാതിരാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്നുകൊണ്ട് പടച്ചവരോട് പറമോളെ, അല്ലാഹുവേ തെറ്റുപറ്റി പടച്ചവരെ, തെറ്റുപറ്റി പടച്ചവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവരോട് തൗബ ചെയ്യാൻ തീരുമാനിച്ചോ. പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ ചെറുപ്പക്കാരാ, നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കല്ലേ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവല്ലേ, കാസർഗോഡ് ജില്ലയിൽ ഹംസ എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് 11 വർഷമായി, മക്കളില്ലാതെ എല്ലാ മജ്‌ലിസും ദുആ ചെയ്യുകയാണ്, എല്ലാ മജ്‌ലിസിലും സദഖ തന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. അവസാനം വർഷങ്ങളെ കാത്തിരുന്നിട്ട് തനിക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാവുകയാ, പൊന്നുപോലെ കൊണ്ടു നടക്കുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്, ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാ. ആ ഹംസ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, 11 വർഷക്കാലം പടച്ചവരോട് ദുആ ചെയ്ത് എത്രയോ ഉസ്താദന്മാരുടെ ദുആയുടെ ബർക്കത്തായി തനിക്ക് കിട്ടിയ പൊന്നുമോളെ കയ്യിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ വലതു ചെവിയിലെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ബാങ്ക് വിളിച്ച പകുതിയായപ്പോ തന്റെ ഉമ്മയോടും ബന്ധുക്കളോടും പറയുകയാ, ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കണേ, എന്റെ ശരീരം തളരുകയാ. കുഞ്ഞിനെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് കസേരയിലേക്ക് ഇരുന്നതാ ആ ചെറുപ്പക്കാരൻ ഇന്ന് കബറിന്റെ അടിയിലാ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. തനിക്ക് കിട്ടിയ പൊന്നുമകളുടെ ചെവിയിലൊന്ന് ബാങ്ക് വിളിക്കാൻ പോലും സമയം കിട്ടാതെ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, അഹങ്കാരിയെ പോലെ നടക്കല്ലേ പൊന്നുമോനെ, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്താൽ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അല്ലാഹ് നിനക്ക് എന്തോ നല്ലത് തരാൻ പോകും. അള്ളാഹു എന്തോ നല്ലത് തരാൻ പോകുന്നു. ആരോടാണ് ഈ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞതെന്നറിയുവോ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ കാത്തിരുന്ന് വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തനിക്കൊരു പൊന്നുമകൻ ജനിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് പൊന്നുമകനോട് സ്നേഹമാണ്. എവിടെ പോയാലും പൊന്നുമകനെ കൊണ്ടുപോവുകയാ. തന്റെ പൊന്നുമകനോട് വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
അവസാനം വർഷങ്ങൾ കഴിയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്റെ പൊന്നുമകനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സുലൈമിനോട് പറയുന്ന, പെണ്ണേ, എന്റെ പൊന്നുമോനെ നോക്കണേ ഉമ്മ സുലൈ, എന്റെ പൊന്നുമോനെ നോക്കണേ ഉമ്മ സുലൈ. കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോവുകയാണ്. അതാ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. കുറെ ദിവസം കഴിയുമ്പോൾ തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് വീട്ടിലുള്ളത്. തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചികിത്സിക്കുകയാണ്. പക്ഷേ ഒരു ദിവസമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെടുകയാ. ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് നാട്ടിലില്ല. ഉമ്മു സുലൈമില ഹദറത്ത് റസൂലില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോ മരിച്ചു നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മു സുലൈം, ക്ഷമിക്കും ഉമ്മു സുലൈം, പടച്ചവന് ശുക്ർ ചെയ്യും ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് കുളിപ്പിച്ച് കബറടക്കാൻ പറയുകയാണ്. ഉമ്മു സുലൈം കബറടക്കുകയാണ്. ഒരു ദിവസം പാതിരാത്രിയിൽ കിടന്നിട്ട് ഉമ്മു സുലൈമിന് ഉറക്കം വരുന്നില്ല. ഉമ്മു സുലൈം പാതിരാത്രിയിൽ കിടന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുവോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാളെ മടങ്ങി വരികയാണല്ലോ. പൊന്നുമകൻ മരിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ലല്ലോ. വീടിനകത്തിരുന്ന് കരയുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അവസാനം സുബഹിന്റെ സമയമെത്തിയപ്പോൾ അതാ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാവുകയാ. നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. വീടിന്റെ വാതിലിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അതാ കടന്നു വരുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കിടക്കുകയാ. വീടിനകത്തേക്ക് കാലെടുത്തു വെക്കുമ്പോ അവിടെ ചോദിച്ചു, പെണ്ണേ ഉമ്മു സുലൈം, എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈം? അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തേക്ക് കിടക്കുകയാ. കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. എന്നിട്ടോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിനകത്തൊരു വേദനയാണ്. പടച്ചറപ്പേ, എന്റെ ഭർത്താവ് പോയിട്ട് മാസങ്ങളായല്ലോ. എന്റെ ഭർത്താവ് പോയിട്ട് മാസങ്ങളായല്ലോ. എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, അത് സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വരുമ്പോൾ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരാത്തതിന്റെ പേരിൽ പാവപ്പെട്ടവനെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം മകൻ മരിച്ചിട്ട് പോലും ആ മനസ്സിന്റെ ഉള്ളിൽ വേദന കടിച്ചവർത്തികെട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ആദ്യം അത് പറഞ്ഞ് വേദനിപ്പിക്കാതെ തന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുകയാ, തന്റെ ഭർത്താവിന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാ, എന്നിട്ട് കിടപ്പറയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. വേദനകൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചവർത്തികെട്ട് തന്റെ പ്രിയതമരെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് രണ്ടുപേരും കൂടെ ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിയുമ്പോ ഉമ്മു സുലൈം ചോദിക്കുന്ന, തൽഹ, ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നൽകിയാൽ, ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നൽകിയാൽ അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, പെണ്ണേ ഉമ്മു സുലൈം,
അത് കൊടുക്കൽ നമ്മുടെ കടമയാണല്ലോ, അത് കൊടുക്കൽ നമ്മുടെ കടമയാണല്ലോ. ഉമ്മു സുലൈം പൊട്ടിക്കരയുകയാ, പൊട്ടിക്കരയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കരയുമ്പോ അബൂ തൽഹ ചോദിച്ചു, പെണ്ണേ എന്ത് പറ്റി ഉമ്മു സുലൈം, എന്ത് പറ്റി ഉമ്മു സുലൈം, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന തൽഹ, അല്ല നമുക്ക് തന്നെ പൊന്നുപോലുണ്ടല്ലോ, അല്ല അമാനത്തായി തന്ന പൊന്നുമോനുണ്ടല്ലോ, അവനങ്ങ് മരിച്ചു തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടുകയാ. തന്റെ പൊന്നുമകൻ മരിച്ചെന്ന വാർത്തയൊന്ന് കേൾക്കുമ്പോൾ വീടിനകത്തിരുന്ന് കരയുകയാ. ഏത് വാർത്തയ്ക്കാ സഹിക്കാൻ കഴിയുന്നത്? തന്റെ പൊന്നുമക്കള് മരിക്കുമ്പോ, ജീവിച്ചിരിക്കുമ്പോ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്റെ പൊന്നുമക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ തന്റെ മക്കളുടെ കബറിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിയാ നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മുടെ സ്നേഹനദികളായ മക്കളെ കൊണ്ടുപോയി അതാ കബറിനകത്തേക്ക് ഇറക്കി വെച്ച് അവരുടെ കബളിനടിയിലേക്ക് ഒരു പിടി മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നമ്മുടെ മക്കളുടെ മുകളിലേക്ക് മണ്ണ് വാരി എറിയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ടോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, കുളിച്ചു ശുദ്ധിയായിട്ട് ലോകത്തിന്റെ നായകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, അവളെന്നെ വഞ്ചിച്ചു നബിയേ, അവളെന്നെ ചതിച്ചു നബിയേ, എന്റെ പൊന്നുമോ മരിച്ച വാർത്ത എന്നോട് മറച്ചു വെച്ചു നബിയേ, അവളെന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, തൽഹ നീ എത്ര ഭാഗ്യവാനാണ് തൽഹ, നീ എത്ര ഭാഗ്യവാനാണ് തൽഹ. ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? 9.5 മാസക്കാലം വയറ്റില് ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമക്കള് മരിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ മോളെ? എന്നിട്ട് പോലും ആ വേദനകൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തന്നവനല്ലേ, വീട്ടിലേക്ക് കടന്നു വന്ന ഭർത്താവിനെ വേദനിപ്പിക്കാതെ സാവധാനത്തില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയവനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തൽഹ വേദനിക്കല്ലേ, ക്ഷമിക്കു തൽഹ, പടച്ചവനെ സ്തുതിക്കു തൽഹ, അൽഹംദുലില്ലാഹ് പറ തൽഹ. ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരു പൊന്നുമോൻ ജനിക്കും തൽഹ, അവന് അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. രണ്ടുപേരെയും മടക്കി വിടുകയാണ്. അതാ മാസങ്ങൾ കഴിയുകയാണ്. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാ. 9.5 മാസം കഴിയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല പ്രസവിക്കുകയാണ്. പ്രസവം കഴിയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. ഉമ്മു സുലൈം, എന്റെ പൊന്നുമോര് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോര് ആരും പെടല്ലേ. ഉമ്മു സുലൈമിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ കോരിയെടുക്കുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് സന്തോഷം തന്ന നബിയേ, എനിക്ക് അനുഗ്രഹം കിട്ടിയ നബിയേ. തന്റെ പൊന്നുമകനെ കൊണ്ട് പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പൊന്നുമകന്റെ ചെവിയിൽ അതാ പാങ്കുമിക്കാമത്തും കൊടുക്കുകയാ. അബ്ദുള്ള എന്ന് പേരിടുകയാണ്. ലോകത്തിന്റെ നായകൻ തന്നെ കാരക്ക എടുത്ത് തന്റെ വായിക്കകത്തിട്ട് ചതച്ചരച്ചിട്ട് ലോകത്തിന്റെ നായകനാ കുഞ്ഞുമകന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാ. ഇതിനേക്കാളും ഭാഗ്യമാർക്കാണ് വേണ്ടത്, ഇതിനേക്കാളും ഭാഗ്യമാർക്കാണ് കിട്ടുന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോരുണ്ടല്ലോ,
അതാ വളർന്നു വലുതാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. അബ്ദുള്ള എന്ന പൊന്നുമോൻ ഹാഫിളാവുകയാ. അബ്ദുള്ള എന്ന പൊന്നുമോൻ ഹാഫിളാവുകയാ. ആ പൊന്നുമകന് 12 മക്കൾ ജനിക്കുകയാ. ആ 12 മക്കളും ഹാഫിള എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് വേദന വരുമ്പോ, പടച്ചവൻ നിനക്ക് ദുഃഖം തരുമ്പോ നീ പരാജയപ്പെടല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ. നിനക്കെന്തോ നല്ലത് വരുന്നതിന്റെ അടയാളമാണെന്ന് കരുതിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാ നിനക്ക് മനസ്സുണ്ടോ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ ആരും സഹായിക്കാറില്ലാത്ത മീസാനിന്റെ മുന്നിൽ നിന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അൽഹംദുലില്ലാ പറഞ്ഞു. ഒരേ ഒരു അൽഹംദുലില്ലാ എപ്പോ പറയണം? എപ്പോ പറയണം? നിനക്ക് ദുഃഖവും വിഷമവും ഉണ്ടാകുമ്പോൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ടും ഞാൻ പറഞ്ഞു തരാം. പൊക്കിയവർക്കുള്ള പ്രതിഫലവും പൊക്കാത്തവർ രണ്ടും പറയണമല്ലോ. എന്തായാലും വാദം നിർത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൈ ഉയർത്തിയവരുണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞപ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഒരു ദിവസം മരിക്കും പൊന്നുമോളെ. അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് നിന്റെ മക്കള് കരയുകയാ, നിന്റെ ഭർത്താവ് കരയുകയാ, നിന്റെ ഭാര്യ കരയുകയാ, നിന്റെ ഉമ്മ കരയുകയാ. എല്ലാവരും നിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവരെ, നീ മരിക്കുന്ന ദിവസം ഭൂമിയും ആകാശവും അതിലുള്ള സർവ്വ വസ്തുക്കളും നീ കരഞ്ഞത്, നീ മരിച്ചതിന്റെ പേരിൽ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. നീ മരിക്കുന്ന ദിവസം എല്ലാവരും കരയുകയാ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരാ ഇവിടെ ഇരുന്ന് കൈയുയർത്തിയവരെ, നിന്റെ മയ്യത്ത് റോഡിലൂടെ സമ്പൂക്കിൽ വെച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ റോഡ് കരയും മോനെ. റോഡിന്റെ പുറത്ത് നിൽക്കുന്ന ചെടികൾ കരയുകയാണ്. അല്ലാഹുവേ, എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു റബ്ബേ. ഇനി അവൻ എന്റെ മുകളിലൂടെ നടക്കില്ലല്ലോ, അവനെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഓടുമെന്ന് തീരുമാനിച്ച പെണ്ണ്, നിന്റെ വീടിന്റെ ഓരത്ത് നിൽക്കുന്ന മരങ്ങൾ പോലെ നീ മരിക്കുന്ന ദിവസം കരയും പൊന്നുമോളെ. നിന്റെ മരണത്തിൽ അവർ വേദനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യന് മരിച്ചു കഴിഞ്ഞാല് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിയുമ്പോ നമ്മുടെ മക്കള് മറക്കും, അല്ലെങ്കിൽ 7 കഴിയുമ്പോ മറക്കും. എന്നിട്ട് 40 വരെ കാത്തു നിൽക്കാതെ 10ന്റെ അന്ന് നമ്മുടെ വീട്ടിലെല്ലാവരെയും വിളിച്ചുകൂട്ടി 70,000 ദിക്ർ പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ ജോലി തീർക്കുകയാ. പിന്നെ വാപ്പാനെ കുറിച്ച് ഓർമ്മയില്ല, ഉമ്മയെ കുറിച്ച് ഓർമ്മയില്ല, ഭർത്താവിനെ കുറിച്ച് ഓർമ്മയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാ. പക്ഷേ 40 ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിച്ചതിന്റെ പേരിൽ ആകാശവും ഭൂമിയും കരയുമടാ. ആരൊക്കെ മറന്നുപോയാൽ നിന്നെ ഭൂമിയും ആകാശവും മറക്കില്ലടാ. 40 ദിവസം അവർക്ക് വേദനയാ നീ മരിച്ചതിന്റെ പേര്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇവരെല്ലാം മരിച്ച ദിവസത്തിൽ, ഇവരെല്ലാം നീ മരിച്ച ദിവസം ഇവരെല്ലാവരും കരയുകയാണ് മോനെ. പക്ഷേ അന്ന് നിന്റെ മുഖത്ത് പുഞ്ചിരിയാ.
എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ, എപ്പോഴാ സന്തോഷിക്കേണ്ടതെന്നറിയുമോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചിരിക്കാവൂ ചെറുപ്പക്കാരാ. അത് കോമഡി കാണുമ്പോഴല്ല, അത് സിനിമ കാണുമ്പോഴല്ല, അത് സന്തോഷം വരുമ്പോഴല്ല, അത് മക്കളുടെ പുഞ്ചിരി കാണുമ്പോഴല്ല. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? അന്തല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എന്നാണ് ചിരിക്കേണ്ടതെന്നറിയുമോ? ഖുർആനോദാ തീരുമാനിച്ചവരെ ഇന്നു മുതൽ തീരുമാനമെടുത്തു, ഇന്നു മുതൽ പരിശ്രമിച്ചോ. എന്നാ ചിരിക്കേണ്ടതെന്നറിയുമോ? ആരോടാ വാശി തീർക്കേണ്ടതെന്നറിയുമോ? പൊന്നുമോരെ വാശി വേണമെടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വാശി വേണം. ആരോടാ വാശി വേണ്ടതെന്നറിയുമോ? നീ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറയും, 10 മാസം ഗർഭം ധരിച്ച മരണവേദനയുടെ വേദനയും സഹിച്ചാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പ്രസവിച്ചത്. വേദനയുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെ. പക്ഷേ പെങ്ങളെ, നീ എത്ര വേദന സഹിച്ചവളാണെങ്കിലും, പ്രസവിച്ച ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഉമ്മ പറയട്ടെ, എത്ര വേദന സഹിച്ചവളാണെങ്കിലും, പൊന്നുമ്മ, നിന്റെ പൊന്നുമക്കളുടെ മുഖം ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലൂടെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന വാപ്പയുണ്ടല്ലോ, നമ്മളെ കൊണ്ടുപോയി കാണിച്ചപ്പോ ഉപ്പാന്റെ മുഖത്തും വല്ലാത്ത സന്തോഷമാ. അന്ന് നിന്നെ കണ്ടവരെല്ലാവരും ചിരിക്കുകയാ. പക്ഷേ നീ എന്തേ ചെയ്തതെന്നറിയുമോ? എല്ലാരും നിന്റെ ഭാഗത്ത് നിന്ന് ചിരിച്ചപ്പോ നീ എന്തേ ചെയ്തതെന്നറിയുമോ? വാവിട്ട് കരയുകയാ. തൊണ്ട പൊട്ടിയിട്ട് നീ കിടന്ന് കരഞ്ഞപ്പോ നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, നിന്റെ വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് പൊന്നുമോനെ, വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ. ഇവരോടൊക്കെ പകരം വീട്ടണ്ടേ ചെറുപ്പക്കാരാ? നീ കരഞ്ഞ സമയത്ത് നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യണ്ടേ? എപ്പോഴാ ചെയ്യേണ്ടതെന്നറിയുമോ? ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. 3 കഷ്ടം തുണികളെ പുതഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്തിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ വാപ്പ നെഞ്ചത്തടിച്ച് കരയുകയാ, ഉമ്മ വിളിച്ചു പോവുകയാ, കൂടപ്പിറപ്പുകൾ പൊട്ടിക്കരയുകയാ, കൂട്ടുകാര് മുഴുവനും ചാരി നിന്ന് കരയുകയാ. അവരെല്ലാവരും കരയുന്ന ദിവസം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആഗ്രഹമുണ്ടോ പൊന്നുപോലെ? ഇന്ന് മുതൽ പടച്ചവന്റെ ഖുർആനെടുക്കോ, ഇന്ന് മുതൽ പടച്ചവന്റെ ഖുർആനെടുക്കോ. നിനക്ക് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം എന്താ? നീ മരിക്കുന്ന ദിവസം ഈ ഭൂമിയും ആകാശവും കരയുകയാ. അവരെല്ലാം കരയുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മജ്‌ലിസിൽ ഇരുന്ന് നല്ല ഒരു തീരുമാനം എടുത്തവർ എല്ലാരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ദിവസം ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ 2 പേരും പള്ളിയിൽ പോകാത്തൊരു ദിവസമായിരുന്നു. 2 പേരും അന്ന് ജമാഅത്തിൽ പള്ളിയിലില്ല. ഞങ്ങളൊരു മരിച്ച വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഇതുപോലെ 2 മക്കളെ പെറ്റു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം തോന്നി. എന്തേന്ന് ചോദിച്ചപ്പോ 2 ആമക്കളും 13 വയസ്സുള്ള ഇർഫാനും 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന 2 മക്കൾ. അതിലെ മൂത്തവൻ ഹാഫിള, 2ാമത്തവന് 10 ജുസ് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഹാഫിള ഇങ്ങനെ പഠിക്കുന്ന ഒരു മോനും ഹാഫിളായ ഒരു മകനെയും പെറ്റു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്. എനിക്കിതിൽ കൂടുതൽ എന്താ വേണ്ടത്? വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കടന്നുപോയി. ആ സമയത്ത് ബാക്കവി അടുത്ത് നിന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറഞ്ഞത്?
ആ അവസരത്തിൽ പറഞ്ഞു, ഉസ്താദെ, ഈ സഹോദരിയുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കാൻ വെച്ചപ്പോ ഈ ഹാഫിളായ മകൻ കടന്നു വന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അത്രേ, ഉമ്മയുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും. എന്റെ ഉമ്മ എന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ ഉമ്മ എന്നോട് ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിദ് മയ്യത്ത് നിസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞു മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് ദുആ ചെയ്ത് ആ മയ്യത്തിന്റെ മുന്നിലേക്ക് തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് വെക്കാൻ വെളിയിലേക്ക് എടുക്കുമ്പോൾ തന്റെ മൂത്ത മകനെ ഹോസ്പിറ്റലിലേക്ക് ജനങ്ങൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ ഞങ്ങളോട് ചോദിച്ചു, ഉസ്താദെ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ബാക്കവി ചോദിച്ചു, എന്തേ അങ്ങനെ പറഞ്ഞത്? എന്തേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ മഹത്വം എവിടെ നിന്നോ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ പൊന്നുമോനെ ഹാഫിളാക്കണം, നമ്മുടെ പൊന്നുമകനെ ഹാഫിളാക്കണം. മകനോട് ഒരുപാട് സ്നേഹമുള്ള ഞാനതിന് അനുവാദം കൊടുത്തില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ എന്നും വഴക്കാണ് മകനെ പഠിക്കാൻ വിടാൻ പറഞ്ഞുകൊണ്ട്. എന്റെ ഭാര്യ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അവസാനം തമിഴ്നാട്ടിലേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി പോയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ അനുവാദമില്ലാതെ എന്റെ പൊന്നുമകനെ കൊണ്ടുപോയി ഖുർആൻ പഠിക്കാൻ വിട്ടു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്റെ ഇർഫാൻ എന്ന് പറയുന്ന, തന്റെ സുഫിയാൻ എന്ന് പറയുന്ന പൊന്നുമകനെ കാണാതെ വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ കോപം സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടി കുത്തിപ്പിടിച്ച് ഭിത്തിയിലിടിച്ച് മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉപദ്രവം നിർത്തുന്നില്ല. ഒരുപാട് ഉപദ്രവിച്ചിട്ടും ആ പെങ്ങള് പറഞ്ഞു കൊടുത്തില്ല മകനെ പഠിക്കാൻ വിട്ട സ്ഥാപനം. അവസാനം ഇളയ മകനെ മുന്നിലിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ മകൻ നിൽക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ ഓട്ടക്കകത്തേക്ക് തന്റെ പൊന്നുമകനെയും ഭാര്യയെയും ചവിട്ടി കയറ്റിയിട്ട് മകൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ പോയപ്പോൾ ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ആ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ ചെറുപ്പക്കാരൻ വലിച്ചിറക്കി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പൊന്നുമകൻ വാപ്പയുടെ കാല് പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ, എന്നെ കൊണ്ടുപോകല്ലേ വാപ്പാ, എന്നെ കൊണ്ടുപോകല്ലേ വാപ്പാ. ഒരുപാട് സൂറത്തുകൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് ഹാഫിളാകണം, എനിക്ക് ഖുർആൻ പഠിക്കണം, എന്റെ ഉമ്മയുടെ ആഗ്രഹമാണ്, അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുമ്പോ ആ പൊന്നുമകനോട് വാപ്പ ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മ എന്തേ ചാകാൻ പോവുകയാണോ? അവളുടെ അവസാനത്തെ ആഗ്രഹമാണോ? ഈ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ പൊന്നുമകൻ അങ്ങ് കിടന്ന് കരയുകയാ. അതുവരെ കരഞ്ഞതുപോലെയല്ല. പിന്നെ പൊന്നുമോ മിണ്ടുന്നില്ല, സുജൂദിൽ കിടന്ന് കരയുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ആ ചെറുപ്പക്കാരനോട് തന്റെ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ, ഒരു ദിവസം രാത്രി ഞാൻ നോക്കിയപ്പോ ഉമ്മയിരുന്ന് കരയുകയാണ്, ഉമ്മയിരുന്ന് കരയുകയാണ്. ഉമ്മാന്റെ അടുക്കൽ ഞാൻ ചെന്ന് ചോദിച്ചു, ഉമ്മ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയുന്ന, മോനെ, ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ടടാ, സാധിച്ചു തരുമോ? പൊന്നുമകൻ പറയുന്ന, ഉമ്മ, ഞാൻ സാധിച്ചു തരാ. അവസരത്തിൽ തന്റെ പൊന്നുമകനോട് പറയുന്ന, മോൻ ആരോടും പറയല്ലേ, വാപ്പാനോട് പറയല്ലേ, ഒരാളോടും പറയല്ലേ എന്ന് പറയുമ്പോൾ തന്റെ പൊന്നുമകൻ പറയുന്ന, ഉമ്മ, ആരോടും പറയില്ല. അവസരത്തിൽ 28 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങള് തന്റെ പൊന്നുമകനോട് പറയുന്നു, മോനെ, ഉമ്മയ്ക്ക് ക്യാൻസറാണ് മോനെ, ഒരുപാട് നാളും ജീവിച്ചിരിക്കില്ല, ഇത് ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. തന്റെ ഭർത്താവിനോട് പോലും പറയാതെ തന്റെ പൊന്നുമകനെ പാതിരാത്രിയിൽ വിളിച്ചിട്ട് പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ട് മോനെ,
ഒന്ന് നീ ഹാഫിളാകുമോ? ഒന്ന് നീ ഹാഫിളാകുമോ? ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഉമ്മ ഖുർആൻ പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പൊന്നുമോനെ. എന്റെ മയ്യത്ത് ഒരു ഹാഫിള് വേണം നിസ്കരിക്കാൻ. ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു ഹാഫിള് വേണം നിസ്കരിക്കാൻ. അത് മോനാകണമെന്ന് ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പഠിക്കാൻ വിടുകയാണ്. അന്നാണ് ഭർത്താവ് അറിയുന്നത് പൊന്നുമകത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂത്ത മകനെ പഠിക്കാൻ വിടുകയാ, രണ്ടാമത്തെ മകനെയും പഠിക്കാൻ വിടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കബറിന്റെ കീഴില്ലെന്ന് ഞങ്ങളോട് പറയുകയാണ്. ഉസാദി എന്ന് ജുമാ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഈ രണ്ട് മക്കളും എന്റെ കൈകൾ പിടിക്കുകയാണ്. എന്നിട്ട് ഉമ്മയുടെ കബറിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കബറിന്റെ പുറത്തേക്ക് കടന്നു ചെന്നിട്ട് 7 ദിവസം കൊണ്ട് മൂത്ത മകൻ 5 ഹത്ത് ബോധി തീർത്തിരിക്കുകയാ. 7 ദിവസം കൊണ്ട് 5 ഹത്ത് ബോധി തീർത്തിരിക്കുകയാ. രണ്ടാമത്തെ മകൻ 7 ദിവസം കൊണ്ട് 1 ഹത്തമാണ് തീർത്തിരിക്കുന്നത്. ഉമ്മയുടെ കബറിന്റെ ബലഭാഗത്ത് നിന്നിട്ട് 6 ഹത്തമതാ ഉമ്മയുടെ കബറിലേക്ക് കൊടുക്കുമ്പോ ഉസ്താദേ എനിക്കുമൊന്ന് മരിക്കാൻ തോന്നുകയാ. എന്റെ മക്കൾ ഇതുപോലെ ദുആ ചെയ്യുമല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവസാനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വാഹനത്തിലേക്ക് കിടക്കാൻ പോകുമ്പോ 9.5 വയസ്സുള്ള ഇർഫാൻ എന്ന പൊന്നുമകൻ പറയുന്നു, ഉസ്താദ് എല്ലാ സ്റ്റേജിലും ദുആ ചെയ്യണേ, എല്ലാ സ്റ്റേജിലും ദുആ ചെയ്യണേ. അവനോട് തമാശ എന്ന രീതിയിൽ ഞാൻ ചോദിച്ചു, മോനെ എന്താണ് ദുആ ചെയ്യേണ്ടത്, എന്താണ് ദുആ ചെയ്യേണ്ടത്? അവസരത്തിൽ ആ പൊന്നുമകൻ പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. ആ പൊന്നുമകൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചത് ജ്യേഷ്ഠനാണ്, എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചത് ഇക്കയാണ്, എന്റെ വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വെക്കുമ്പോ ഒരു ഹാഫിളായി എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദ് ഞാനെന്ന് ഹാഫിളാകാൻ ദുആ ചെയ്യണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 9 വയസ്സുള്ള ഒരു പൊന്നുമകൻ പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചു പോയി, അല്ലാ ഇതുപോലെ ഒരു മകനെ നീ എനിക്ക് നൽകണയല്ല, ഇതുപോലെ ഒരു മകനെ നിനക്ക് നൽകണയല്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ചെറുപ്പക്കാരിയാണ്. അവള് കരയുന്നതിലൊരു പരിധിയുണ്ട്. അവള് കരയുന്നത് എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്